ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. ഉടൻ വിളിക്കൂ 9001 ആ അപ്പോ നിങ്ങള് സംഭവം ഒന്നും അറിഞ്ഞില്ലേ? എന്താടാ? സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ കരുണയുടെ അച്ഛനും എന്റെ അമ്മാവനും. അയ്യോ, എന്റെ അച്ഛൻ എന്ത് പറ്റി? ആര് തല്ലിയെന്നാ കേട്ടത്. ആരാണെന്നൊന്നും അറിയില്ല. പിന്നെ കണ്ണേറ്റ് ഇതെങ്ങനെ അറിഞ്ഞത്? ഇന്നലെ എനിക്കൊരു അജ്ഞാതന്റെ കോള് വന്നു. അങ്ങനെ ഞാൻ സംഭവം അറിയുന്നത്. എന്നിട്ട് എന്റെ അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? ഞങ്ങൾ പോയി നോക്കിയൊന്നുമില്ല. എടാ, നീ ഇവളെ കൂട്ടി പോ. അപ്പൊ അറിയാലോ എങ്ങനെയുണ്ടെന്നൊക്കെ. എന്റെ അച്ഛനെയും ഉണ്ണിയേട്ടന്റെ അമ്മാവനെയും കൊല്ലാനായിട്ട് നിങ്ങളാണോ ആളെ വെച്ചത്? ഞങ്ങൾ അങ്ങനെ ആളെ വെക്കാറില്ല. ഇനി ഞങ്ങളെ കൊല്ലാനായിട്ട് ചിലപ്പോ നിന്റെ അച്ഛനും കണ്ണേട്ടന്റെ അമ്മാവനും കൂടി ആളെ വെച്ചിട്ടുണ്ടാവും. ഉണ്ണിയേട്ടാ വാ, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാം. വാ. ആ പിന്നെ മറക്കണ്ട, സിറ്റി ഹോസ്പിറ്റൽ. വാ ഉണ്ണിയേട്ടാ. കണ്ണാ, അവർക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും പറ്റിയോ? കരുണയുടെ അച്ഛനെ ഇടിച്ച് പഞ്ചറാക്കിയെന്നാ കേട്ടത്. അമ്മാവനത്ര കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ലെന്ന്. എന്തൊരു കാലക്കേടാ ഇത്. മറ്റുള്ളവരെ കൊല്ലാനായിട്ട് കാലനെ പറഞ്ഞയക്കുമ്പോ ഈ പറഞ്ഞയക്കുന്നവർക്ക് കാലക്കേട് ഉണ്ടായെന്ന് വരും. നോക്കിയൊക്കെ മതി. ഇനി മുഖം മറിച്ചോണ്ട് ആരെങ്കിലും തല്ലാൻ വന്നാണെന്ന് അറിയില്ല. ആ വല്ല നേഴ്സുമാരോ ഡോക്ടർമാരോ വല്ല ആയിരിക്കും. നിങ്ങളായിരുന്നു? എന്താ പറ്റിയേ? അയ്യോ, ഇങ്ങനൊക്കെ തല്ലിയോ അച്ഛാ? തല്ലി മോളെ, തല്ലി വശം കെടുത്തി മോളെ. എനിക്കും കിട്ടിയതല്ല, എന്നാലും ഇയാളത്രയും കിട്ടിയില്ല. ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യം തല്ലിയവൻ തന്നായിരുന്നു. അല്ല, നിങ്ങളോടാരാ ഈ വിവരം പറഞ്ഞേ? കണ്ണേട്ടൻ തന്നെ. അവനെങ്ങനെയാ ഈ വിവരം പറഞ്ഞേ? അത് ഞങ്ങൾക്കറിയത്തില്ല. അപ്പൊ സംശയിക്കണ്ടടോ, നമുക്ക് കൊട്ടേഷൻ കൊടുത്തത് അവനും അവന്റെ കൂട്ടുകാരനും കൂടെ തന്നെയാ. നമ്മൾ കണ്ണനെ അപകടപ്പെടുത്താൻ പോകുന്ന കാര്യം അവൻ അറിഞ്ഞു കാണും. ആരെങ്കിലും അവനത് ചോർത്തിക്കൊടുത്ത് കാണും. അങ്ങനെ വരാനേ വഴിയുള്ളൂ. എന്തായാലും ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ പഞ്ഞി കിട്ടും മോളെ. ഇത് കേസായില്ലേ? ആശുപത്രിക്കാര് പോലീസിന്റെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവര് മിക്കവാറും വരും. അപ്പോ സംശയം കണ്ണനെയാണെന്ന് പറയണോ അച്ഛാ?